ഫെഡറൽ ബാങ്ക് സ്റ്റാഫ് യൂണിയന്റെ 16ാമത് നാഷണൽ കോൺഫറൻസ് എറണാകുളം ആശിർ ഭവനിൽ വെച്ച് നടന്നു. മുൻ എം പി ഡോക്ടർ എ സമ്പത്ത് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. ഒരു ബാങ്ക് അത്തരത്തിൽ അപ്രത്യക്ഷമാകുമ്പോൾ അതിൻ്റെ ഓഹരി ആസ്തി ബാധ്യതകൾ, അതിൻ്റെ വരുംകാല പ്രവർത്തനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ഓഹരി ഉടമകളുമായി ഇതിന് ചില ഈ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരുപാട് ബന്ധങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റുമായി, അവിടുത്തെ ജീവനക്കാരുടെയും ഓഫീസർമാരുടെയും സംഘടനാ പ്രതിനിധികളുമായി ഒരു ചർച്ചയും ഇന്ത്യ ഗവൺമെൻറ് നടത്തിയിരുന്നില്ല. ഞാനിത് ഇന്ത്യ ഗവൺമെൻറ് എന്ന് പറഞ്ഞത് ഈ നിങ്ങളുടെ സമ്മേളനത്തിന് ക്ഷണിച്ചപ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ നേതാക്കളോട് പറഞ്ഞു, ബാങ്കിങ്ങിനെ സംബന്ധിച്ച് നിങ്ങളുടെ മുമ്പാകെ ഒന്നും പറയാൻ ഞാൻ ആളല്ല. കാരണം നിങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്, ജീവിതം മുഴുവൻ ഈ ബാങ്കിങ് മേഖലയിലാണ്. ഞാനൊരു എക്കണോമിക്സ് വിദ്യാർത്ഥിയായിരിക്കുന്ന വേളയിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകർ പഠിപ്പിച്ച ബാങ്കിങ്, അങ്ങനെ യൂണിറ്റ് ബാങ്കിങ്, ബ്രാഞ്ച് ബാങ്കിങ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ, മോണിറ്ററി പോളിസി, ഇങ്ങനെ പല കാര്യങ്ങൾ അത് പഠിച്ചതും പിന്നീട് പലപ്പോഴായി ഈ പ്രസംഗത്തിന് വേണ്ടിയും എഴുത്തിന് വേണ്ടിയും പഠിച്ചത് നിങ്ങളുടെ മുമ്പാകെ പറയാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. യൂണിയൻ പ്രസിഡന്റ് PY വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫെഡറൽ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഷിമിത് PR, ഫെഡറൽ ബാങ്ക് റിട്ടയർഡ് ഫോറം ജനറൽ സെക്രട്ടറി PN നന്ദകുമാരൻ നായർ, ബെഫി സംസ്ഥാന പ്രസിഡന്റ് ഷാജു ആന്റണി, ഫെഡറൽ ബാങ്ക് സ്റ്റാഫ് യൂണിയൻ ട്രഷറർ NC ബൈജു, ബെഫി വനിതാ സ്റ്റാഫ് കമ്മിറ്റി കൺവീനർ KS രമ, CITU സംസ്ഥാന കമ്മിറ്റി അംഗം അലി അക്ബർ, PH വിനീത, CA സരസൻ, PR മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ രാജ്യം അതീവ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോകുന്നു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. വിശേഷിച്ച് ബാങ്കിംഗ് മേഖലയിൽ വളരെ തൊഴിലാളി വിരുദ്ധവും ദേശദ്രോഹപരമായ പല നടപടികളും എടുത്തുകൊണ്ടിരിക്കുകയാണ്. പൊതുമേഖലാ ബാങ്കുകളെ 14 ബാങ്കുകളെ മെർജർ വഴി ഇല്ലാതാക്കിയതിനു ശേഷം കേന്ദ്ര സർക്കാർ ഈ ബാങ്കുകളെ ആകെ പ്രൈവറ്റൈസ് ചെയ്യുന്ന, സ്വകാര്യവൽക്കരിക്കുന്ന ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഈ ബാങ്കുകളെ പൊതുമേഖലയിൽ നിലനിർത്താനും അതിന്റെ ജനകീയ ബാങ്കിംഗ് സംവിധാനത്തെ പൂർണ്ണമായും ജനങ്ങൾക്ക് അനുകൂലമാക്കാനുമാണ് ഫെഡറൽ ബാങ്ക് സ്റ്റാഫ് യൂണിയനും ഈ സംഘടനയുടെ അഫിലിയേറ്റ് സംഘടനയായ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും ശ്രമിക്കുന്നത്. വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ബാങ്കിംഗ് മേഖലയിൽ നടക്കുന്നത്. മാത്രമല്ല, റിക്രൂട്ട്മെന്റ്, നിയമനം എന്നേക്കുമായി ബാങ്കിംഗ് മേഖലയിൽ ഇല്ലാതായിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഫെഡറൽ ബാങ്കിലെ സമ്മേളനം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നിയമനങ്ങൾ ഉടനടി നടപ്പിലാക്കുക എന്നുള്ളത്. എല്ലാ തസ്തികകളിലും നിയമനങ്ങൾ കുറവാണ്. അത് പരിപൂർണമായും ഔട്ട്സോഴ്സ് ചെയ്യുന്ന സമ്പ്രദായവും ബാങ്കിംഗ് മേഖലയിൽ നടക്കുകയാണ്. അതുകൊണ്ട് സ്ഥിരം തൊഴിലാളികളെ നിയമിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡ്. മറ്റൊന്ന്, ഫെഡറൽ ബാങ്കിന് വിശേഷിച്ചും ട്രേഡ് യൂണിയനുകൾക്കെതിരെ ശക്തമായ ആക്രമണം നടത്തുന്നു. ട്രേഡ് യൂണിയനുകളെ സംരക്ഷിച്ച് അതുവഴി ജനങ്ങളുടെ ആകെ സമ്പാദ്യത്തിന് സുരക്ഷ ഉറപ്പാക്കുന്ന നടപടിയും ഈ ട്രേഡ് യൂണിയന്റെ കടമയാണ്. മറ്റൊന്നുള്ളത്, രാജ്യത്താകെ ഈ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിരൂക്ഷമായ അസമത്വവും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും വർദ്ധിക്കുമ്പോൾ തൊഴിലാളികളെയും കൃഷിക്കാരെയും ഭിന്നിപ്പിക്കുന്ന നടപടിയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്. അത് ഒരു കോർപ്പറേറ്റ് ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള വർഗീയ നയങ്ങളാണ്. ഈ വർഗീയതയ്ക്കെതിരെ വർഗ ഐക്യം ശക്തിപ്പെടുത്തുക എന്നുള്ളതും സംഘടനയുടെ സമ്മേളനത്തിന്റെ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. കൊച്ചിയിൽ നിന്നും മറ്റൊരു വിശേഷവുമായി കാണാം. റെഡ് ജൻ ന്യൂസ് ടുഡേ, എറണാകുളം.